الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم بلى من أوفى بعهده واتقى فإن الله يحب المتقين. വന്ന സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ മാഹിറുൽ മുഅഖിലി ചർച്ച ചെയ്തതായ വിഷയം മഹബ്ബ എന്നതായിരുന്നു. അൽ മഹബ്ബ എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഷിട്ടുകളുടെ കയ്യിൽ നൽകിയതായ, അവൻ ഇഷ്ടപ്പെടുന്നതായ ഒരു മഹാ പ്രത്യേകതയാണ്. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നതാണ്. പലരും പലരെയും സ്നേഹിക്കുന്നു. പക്ഷേ സ്നേഹം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള സ്നേഹമാവേണമെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ലൈനിൽ കൂടി തന്നെയായിരിക്കണം. അതുപോലെ തന്നെ അള്ളാഹു നിയോഗിച്ചതായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തന്ന രൂപത്തിലുമായിരിക്കണം. ആ രൂപത്തിലുള്ള മഹബ്ബത്തിനെ കുറിച്ചായിരുന്നു ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ വിശുദ്ധ കഅബത്തിന്റെ മുമ്പിൽ വെച്ച് സംസാരിച്ചതായ വിഷയം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അവന്റെ അടിമകളെ കുറിച്ച്, അവർ ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളെ കുറിച്ചെല്ലാം പറയുമ്പോൾ അവരിലേക്ക് മഹബ്ബത്തിനെ കൂട്ടിച്ചേർക്കാറുണ്ട്. ബലാ മൻ ഔഫാ ബിഅഹദിഹി വത്തഖാ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. ഞാൻ ഓതിയതായ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, അള്ളാഹുമായി നടത്തിയതായ എഗ്രിമെന്റ് അനുസരിച്ചിട്ട് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ, അതോടൊപ്പം ആ എഗ്രിമെന്റ് അനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളിൽ നിന്നിട്ട് അവൻ കൽപ്പിച്ചതായ ഓരോ കൽപ്പനകൾ അത് ജീവിതത്തിൽ പകർത്തുന്നവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു ഞാൻ എന്ന പദമാണ് ഉപയോഗിച്ചത്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, പാശ്ചാത്തപിക്കുന്നവരെ. തൗവാബീൻ എന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങളെ കുറിച്ച് നാം സൂചിപ്പിച്ചതുപോലെ അള്ളാഹുമായിട്ട് ചെയ്തതായ എഗ്രിമെന്റ്, അഥവാ വാനലോകത്തിൽ വെച്ചിട്ട് നാമും അള്ളാഹുമായി നൽകിയതായ എഗ്രിമെന്റ് ഉണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? അപ്പോൾ റബ്ബാണെന്ന് നാം സമ്മതിച്ചു. നാം ഓരോരുത്തരും ആദം അലൈഹിസ്സലാമിന്റെ മുതുവിൽ നിന്നും അവരവരുടെ പിതാക്കളുടെ മുതുവിൽ നിന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ദർറത്ത് പോലെയുള്ളതായ, ചെറിയ ഉറുമ്പ് പോലെയുള്ളതായ ആ രൂപത്തിൽ നമ്മുടെ ആത്മാവിനെ പുറത്തിറക്കുകയും എന്നിട്ട് നമ്മളോട് അള്ളാഹു ചോദിക്കുകയും ചെയ്തു, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന്. അപ്പോൾ നാം അത് സമ്മതിച്ചു. അത് അവിടെ നടന്നതായ അഗ്രിമെന്റ് എന്തിനു വേണ്ടിയായിരുന്നു? നിങ്ങൾ ദുനിയാവിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന, അള്ളാഹു അല്ലാത്തവർ ആരാധ്യ വസ്തുവായി കാണുന്ന പല വിഭാഗത്തെയും, ഖബർ പൂജക്കാരെയും, ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് പകരം ഖബർ പൂജ നടത്തുന്ന വിഭാഗത്തെയും, അതുപോലെ തന്നെ കാഷ്ടിക്കുന്ന, മൂത്രിക്കുന്ന മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗത്തെയും, അങ്ങനെ പല രൂപത്തിൽ അള്ളാഹുവിനെ നിന്ദിക്കുന്ന, അള്ളാഹുവിനെ നിസ്സാരപ്പെടുത്തുന്ന, അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ച് ജീവിക്കുന്ന, അള്ളാഹു അല്ലാത്തവരായ നബിമാരെ, ജൂതന്മാര് ഉസൈർ അലൈഹിസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ, ക്രിസ്ത്യാനികൾ ഈസ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ, ഭൂമിയിലേക്ക് നിങ്ങളെ ഞാൻ അയക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പലരും പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട്, പലരും പലരെയും ആരാധിക്കുന്നതായിട്ട് കണ്ടപ്പോൾ അവർ ചെയ്യും പോലെ ഞങ്ങൾ ചെയ്തു, അവർ കാട്ടും പോലെ ഞങ്ങൾ കാട്ടി എന്ന് പറയാതെ അള്ളാഹുമായിട്ട് നടത്തിയതായ ആ വാനലോകത്തിൽ വെച്ചിട്ട് നാം നടത്തിയതായ എഗ്രിമെന്റ് അനുസരിച്ച് ജീവിക്കുന്നവർ. ആ എഗ്രിമെന്റിൽ നാം അള്ളാഹുനോട് പറഞ്ഞത് എന്താണ്? നിന്നെ മാത്രമേ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് സമ്മതിച്ചിട്ട് വന്നതാണ്. അതനുസരിച്ചിട്ട് ജീവിക്കുമ്പോഴാണ് അവർ മുത്തഖീങ്ങളാവുക. അവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സ്നേഹിക്കുന്നവരെന്ന് വിശുദ്ധ ഫുർഖാൻ അളീമിൽ കൂടി സ്ഥാപിച്ചത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തൗവാബികളെ സ്നേഹിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു. തൗവാബികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടേ ഇരിക്കുന്നവർ, എപ്പോഴും തൗബ ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ എന്നല്ലാതെ മരിക്കാനാവുമ്പോൾ അവസാന കാലഘട്ടത്തിൽ തൗബ ചെയ്ത് കളയാം, ഇപ്പോൾ വേണ്ടതൊക്കെ ചെയ്യാം എന്ന രൂപത്തിൽ ജീവിക്കുന്നവരല്ല. മറിച്ച് അള്ളാഹുവിനോട് ഏത് സമയത്തും തൗബ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതുപോലെ തന്നെ വയുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധിയാക്കിക്കൊണ്ടേയിരിക്കുന്നവർ. ശുദ്ധീകരണം അത് ആത്മശുദ്ധീകരണവും പെട്ടു, അപ്രകാരം തന്നെ ശാരീരിക ശുദ്ധീകരണവും പെട്ടു. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ അള്ളാഹു പറയുന്നു ഖുർആനിൽ, അള്ളാഹു യുഹിബ്ബുസ് സാബിരീൻ, ക്ഷമ കൈക്കൊള്ളുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ അള്ളാഹു പറയുന്നു ഖുർആനിൽ, അള്ളാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ
തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, അല്ലാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ, അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അത് ഒരു ഉദാഹരണമാണ്. അതുപോലെ ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന വിഭാഗത്തെക്കുറിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹബത്തിലേക്ക് ചേർത്ത് പറയുന്നതായിട്ട് കാണാൻ കേൾക്കാൻ പോകുന്നത് പോലെ. എന്നാൽ അതേ സമയത്ത് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവന്റെ കൽപ്പനയ്ക്ക് വിപരീതം ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ ഇഷ്ടപ്പെടുകയും ഇല്ല എന്ന്, അഥവാ വെറുക്കും എന്നതായ അർത്ഥത്തിലേക്ക് ഖുർആൻ സ്ഥാപിക്കുന്നതായിട്ട് കാണാം. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമാക്കുന്നവരെ, ഇസ്രാഫ് ചെയ്യുന്നവരെ, തബ്ദീർ ചെയ്യുന്നവരെ, വേസ്റ്റാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല, അവൻ സ്നേഹിക്കുന്നതല്ല. അതുപോലെ തന്നെ അല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കാരികളായി ജീവിക്കുന്നതായ വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ ഇഷ്ടപ്പെടുക എന്നതായ പദപ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നടത്തിയത് പലയിടങ്ങളിലായിട്ട് അള്ളാഹുവിന്റെ അടിമകളിലേക്ക് ചേർത്തിട്ടാണ്. അപ്പോൾ അള്ളാഹുവിന്റെ അടിമകൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കുമ്പോൾ അള്ളാഹു അവരെ സ്നേഹിക്കും, അള്ളാഹു അവരെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുക എന്നത് എന്തിലൂടെയാണ്? ഇഷ്ടപ്പെടാനുള്ളതായ കാരണം എന്തിലൂടെയാണ്? അവൻ ചെയ്യേണ്ടതായ അമലു സാലിഹാത്തുകളിലൂടെയും അവൻ വിരോധിച്ച കാര്യങ്ങൾ വിട്ടുനിൽക്കലിലൂടെയുമാണ് ഈ സ്നേഹം സ്ഥാപിക്കപ്പെടുക. ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് വിശ്വസിക്കുകയും കടുകട്ടിയുള്ളതായ ആ കെട്ടുറപ്പുള്ളതായ ഈമാൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് അനുസരിച്ചിട്ടുള്ളതായ ഈമാനിൽ അടിയുറച്ച് വിശ്വസിക്കുകയും വഅമിലു സാലിഹാത്ത് അതനുസരിച്ചിട്ട് അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തുകയും അമലു സാലിഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവര് കെട്ടിപ്പടുത്തുകയും ചെയ്താൽ സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ, അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഖാലിസായ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന്റെ പേരാണ് ഉദ്. ആ ഉദ് അല്ലാഹു സ്ഥാപിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉദ്ദിനെ സ്ഥിരീകരിക്കുന്നതും സ്ഥാപിക്കുന്നതും തസ്ജീൽ ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഈ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അത് അമലു സാലിഹാത്തുകളിലൂടെയും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്റ്റാൻഡേർഡുകൾ ഉയർത്തലിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുപ്പിക്കലിലൂടെയും അതുപോലെ തന്നെ മഹബ്ബത്തില്ലാത്തതായ അള്ളാഹുവിനോടുള്ള മഹബ്ബത്തോടു കൂടിയുള്ളതായ ആ അമലു സാലിഹാത്ത് അല്ലെങ്കിൽ അത് റൂഹില്ലാത്ത ജസദ് പോലെയാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ അമലു സാലിഹാത്തിൽ മഹബ്ബത്തോടു കൂടിയായിരിക്കണം നാം അമലു സാലിഹാത്തുകൾ ചെയ്യേണ്ടത്. നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, നോമ്പ് പിടിക്കുമ്പോൾ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് എന്നല്ലാതെ ഇത് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ, ഇത് ചെയ്ത് തീർത്തില്ലെങ്കിൽ അപകടത്തിൽ പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ നിന്നിട്ട് വിട്ട് ഒഴിവായി കളയാം എന്ന് മനസ്സിലാക്കിയിട്ടല്ല, മറിച്ച് അള്ളാഹുവിനോടുള്ള അമിതമായ മഹബ്ബത്തോടു കൂടിയായിരിക്കണം അവൻ എന്ത് ചെയ്യേണ്ടത്? നമസ്കരിക്കേണ്ടതും നോമ്പ് പിടിക്കേണ്ടതും സക്കാത്ത് കൊടുക്കേണ്ടതും ഹജ്ജ് ചെയ്യേണ്ടതും ഏത് അമലു സാലിഹാത്തുകൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടതും. ഈ മഹബ്ബത്തോടു കൂടി അല്ലാതെയുള്ളതായ അമലു സാലിഹാത്ത് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതുപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ റൂഹില്ലാത്ത ജസദ് പോലെയാണ്, അഥവാ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് എന്നതാണ്. ഏതായാലും മഹബ്ബത്തുകളിൽ ഏറ്റവും വലിയ മഹബ്ബത്തിനെ കുറിച്ചാണ് മക്ക ഇമാമ തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്തത്. ഏറ്റവും വലിയ മഹബ്ബത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട മഹബ്ബത്ത്, ഏറ്റവും പ്രധാനം നാം നൽകേണ്ടതായ മഹബ്ബത്ത് അത് അള്ളാഹുവിനോട് നാം ചെയ്യുന്നതായ മഹബ്ബത്താണ്. ആ അള്ളാഹുവിനോട് മഹബ്ബത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോട് നമ്മിൽ മഹബ്ബത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം അള്ളാഹുവിനോട് അർപ്പിക്കുക. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനയിൽ പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിസരത്തിൽ വെച്ചിട്ട് സഹാബാക്കൾ അവരുടെ ശരീരത്തെ ആഹൂതി ചെയ്തതായ സംഭവം അറിയാത്തവരില്ലല്ലോ. അവരുടെ ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി അവർ സമർപ്പിച്ചു. മഹബ്ബത്തിന്റെ ആ ഉത്തുംഗശൃംഗത്തിലേക്ക് എത്തിയതായ സമർപ്പണമാണ് നാം അവരിൽ കണ്ടത്. അവരുടെ കഴുത്തിനെയും അവരുടെ കരളിനെയും അവരുടെ ശരീരത്തെ ആ സകലവും ചോരയെയും എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി പിച്ചു ചീന്തി, അള്ളാഹ്ക്ക് വേണ്ടി ഒലിപ്പിച്ചു, അള്ളാഹുവിന് വേണ്ടി അവർ ആഹൂതി ചെയ്തു. ആ മഹബ്ബത്താണ് ഏറ്റവും വലിയ മഹബ്ബത്ത്. ഈ മഹബ്ബത്ത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി, അള്ളാഹിനെ അനുസരിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അത് ആ മഹബ്ബത്ത് പ്രകടമാകും നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ള മഹബ്ബത്തുള്ളവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ അവരെ സ്നേഹിക്കുന്നു, ഞാൻ അവർക്ക് സ്നേഹത്തെ സ്ഥാപിക്കുന്നു, ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു, സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ എന്നതായ ആ രൂപത്തിലുള്ള പദപ്രയോഗം അള്ളാഹു നടത്തിയത്. അതുപോലെ തന്നെ മഹബ്ബത്ത്, അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ ഇനങ്ങളിൽപ്പെട്ടത് തന്നെയാണ് നമ്മുടെ ആദർശത്തിൽ യോജിക്കുന്നതായ, നാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന,
അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ച, വജ്ഹത്തു അനുസരിച്ച് ജീവിക്കുന്ന, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന തത്വം അനുസരിച്ച് ജീവിക്കുന്ന, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന തത്വം അനുസരിച്ച് ജീവിക്കുന്ന മുവഹിദീങ്ങൾ ഉണ്ടല്ലോ. അങ്ങനെയുള്ള മുവഹിദീങ്ങളാകുന്ന സത്യവിശ്വാസികളാകുന്ന ഏകദൈവ വിശ്വാസികളെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് മഹബ്ബത്തിന്റെ രണ്ടാമത്തെ ഇനമാണ്. അപ്പോൾ മൊത്തം മുസ്ലിങ്ങളെ, മൊത്തം മുവഹിദീങ്ങളെ നാം ഇഷ്ടപ്പെടുന്നവരായി മാറണം. അങ്ങനെയുള്ളതായി മഹബ്ബത്ത് അത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, പരലോകമോക്ഷങ്ങൾക്ക് വേണ്ടിയുള്ളതായ മഹബ്ബത്താണ്. അള്ളാഹു റസൂൽ പറയുകയാണ്, അള്ളാഹുവിന്റെ അടിമകളിൽ ചില ജനങ്ങളുണ്ട്, ആ ജനങ്ങള് പരസ്പരം സ്നേഹിക്കുന്നതിന്റെ രൂപം പറയുകയാണ്. അവർക്ക് പരലോകത്തിൽ ആ സ്നേഹം കാരണത്താൽ ലഭിക്കുന്നതായ പ്രത്യേകത, പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു നൽകുന്ന ഗ്രേഡുകളും ബഹുമതികളും സ്ഥാനങ്ങളും കാണുമ്പോൾ അവര് അമ്പിയാക്കന്മാര് പോലും, ശുഹദാക്കൾ പോലും ഞെട്ടിപ്പോകുന്നതും ആഗ്രഹിച്ചു പോകുന്നതും എന്താണ്, ഇവർക്ക് ഇത്രയും വലിയ അനുഗ്രഹത്തിലേക്കും ഇത്രയും വലിയ സ്റ്റാൻഡേർഡിലേക്കും ഇത്രയും വലിയ ബഹുമതിയിലേക്കും അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ളതായ ആ മാധ്യമം അവർക്ക് എന്തിൽ കൂടി അവർക്ക് ലഭിച്ച്, എങ്ങനെ ലഭിച്ച് എന്നതിൽ അവർക്ക് അത്ഭുതമായിരിക്കും. ആർക്ക്? നബിമാർക്കും ശുഹദാക്കൾക്കും. ചോദിച്ചു, അവരാരാണെന്ന് അറിയാമോ എന്ന് റസൂൽ ചോദിച്ചപ്പോൾ അതേ എന്ന് സഹാബാക്കളും പ്രത്യുത്തരം നൽകി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി, അവർ അള്ളാഹുവിന് വേണ്ടി സത്യവിശ്വാസികൾ പരസ്പരം സ്നേഹിക്കുന്നവരാണ്. സത്യവിശ്വാസികളെ പരസ്പരം അങ്ങുമിങ്ങും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക. റസൂൽ കൂട്ടിച്ചേർക്കുന്നു, സമ്പത്തിന് വേണ്ടിയല്ല, സമ്പത്തിന് വേണ്ടിയല്ല, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, അദ്ദേഹം എന്റെ പാർട്ട്ണറായി എന്നതുകൊണ്ടല്ല, അദ്ദേഹം എന്റെ കൂടെ യാത്ര ചെയ്തു എന്നതുകൊണ്ടല്ല, അദ്ദേഹം എന്നെ സഹായിച്ചു എന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ അദ്ദേഹം ഭൗതികമായ വല്ല നേട്ടങ്ങൾ അദ്ദേഹത്തിൽ കൂടി നേടിയെടുക്കാൻ സാധിക്കുമെന്നതുകൊണ്ടല്ല, എന്ന് മാത്രമല്ല അദ്ദേഹം എന്റെ കുടുംബ മെമ്പറായി എന്നതുകൊണ്ടുമല്ല. അപ്പോൾ ചാർച്ച ബന്ധം ചേർക്കാൻ വേണ്ടി മാത്രമുള്ള സ്നേഹമല്ല, മറിച്ച് അങ്ങനെ ഒരു ബന്ധവും, ഭൗതികമായ ഒരു ബന്ധവും ഇല്ലാത്ത രൂപത്തിൽ തൗഹീദ് ഉൾക്കൊള്ളുന്ന ആളാണ്, സത്യവിശ്വാസിയാണ്, ഞാൻ ഉൾക്കൊള്ളുന്ന ആദർശം ഉൾക്കൊള്ളുന്ന ആളാണ് എന്ന നിലക്ക് ഒരാളെ സ്നേഹിച്ചാൽ, ആണിനെ പെണ്ണിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന് വേണ്ടിയുള്ള മഹബത്താണ്. അങ്ങനെയുള്ളതായ മഹബത്ത് ഉൾക്കൊണ്ടു കഴിഞ്ഞാലാണ് നബിമാര് ഞെട്ടിപ്പോകുന്ന, ശുഹദാക്കൾ ഞെട്ടിപ്പോകുന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ സാധിക്കും എന്ന് റസൂലുള്ളാഹി വിശേഷിപ്പിച്ചത്. റസൂൽ തുടർന്നു, പരലോകത്തിൽ അവർക്ക് ഒരു നിലക്കും ആരെയും എന്തിനേയും ഭയപ്പെടേണ്ടതില്ല, ഒരു നിലക്കും ദുഃഖിക്കേണ്ടതില്ല. അവർ വളരെ സന്തോഷത്തിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർ. അവരാണ് അള്ളാഹുവിന്റെ വലിയമാർ. ആരാണ്? അലാ ഇന്ന ഔലിയ അല്ലാഹ്. റസൂൽ ഓതുന്നു, അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര്? അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ആരാണവർ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. കെട്ടുറപ്പുള്ളതായ ആ ദൃഢമായ അള്ളാഹുലുള്ള വിശ്വാസം വിശ്വസിക്കുന്നവരും ആ വിശ്വാസത്തെ ആധാരമാക്കി പ്രവർത്തിക്കുന്നവരും ആണ് അവർ. അപ്പോൾ ഈ മഹബത്താണ് മക്ക ഇമാം ഇന്ന് ഉദ്ദേശിച്ചതായ മഹബത്ത്. അങ്ങനെയുള്ള മഹബത്തിന് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്. ആ മഹബത്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് നാം പാടുപെടേണ്ടത്. ഇസ്ലാമിന്റെ, ഈമാനിന്റെ പിടികയറാണ് യഥാർത്ഥത്തിൽ ഈ മഹബത്ത്. അങ്ങനെയുള്ള ഉറൽ ഇസ്ലാമാണ്, ഇസ്ലാമിന്റെ പിടികയറാണ്, ഇസ്ലാമിന്റെ നെടും തൂണാണ് ഈ മഹബത്ത്. ഈ മഹബത്ത് ഒരാളുടെ ഹൃദയത്തിൽ കയറിക്കൂടി കഴിഞ്ഞാൽ, അഥവാ അള്ളാഹുവിനോടുള്ള മഹബത്ത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹ് സ്നേഹിച്ചവരെ, അള്ളാഹ് ഇഷ്ടപ്പെട്ടവരെ നാം സ്നേഹിക്കുക എന്നത് നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നാം അവർക്ക് വേണ്ടി എന്ത് പ്രയാസം നേരിടുവാനും, എന്ത് ത്യാഗങ്ങൾ ചെയ്യുവാനും, ഏത് രൂപത്തിൽ അവർക്ക് സഹകരണങ്ങൾ ചെയ്യുവാനും, അവരോട് കൂടി ജീവിച്ച് അവർക്ക് വേണ്ടി അവരെ എല്ലാവിധത്തിലും സ്നേഹത്തിന്റെ ആ അടയാളങ്ങൾ നമ്മളിൽ കാണും. അദ്ദേഹത്തിന് സുബഹ നമസ്കാരത്തിന് ഉണർത്തേണ്ടതുണ്ടെങ്കിൽ ഉണർത്തും, അദ്ദേഹത്തിന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ടെങ്കിൽ നൽകും, അദ്ദേഹം ക്ഷണിച്ചാൽ ക്ഷണത്തിന് മറുപടി നൽകും, അദ്ദേഹം രോഗിയായാൽ ആ രോഗികളെ സന്ദർശിക്കുക എന്ന പ്രത്യേകത നമ്മളിൽ ഉണ്ടാകും. അങ്ങനെ ആ മഹബത്ത് ഒരു മനുഷ്യനിൽ നിന്നിട്ട് മറ്റൊരു മനുഷ്യരിലേക്ക്, ഒരു മുഹിദിൽ നിന്നിട്ട് മറ്റൊരു മുഹിദിലേക്ക് നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ചെല്ലുന്നതായ മഹബത്താണ്. അത് ഉറൽ ഇസ്ലാമാണ്, ഇസ്ലാമിന്റെ ഉറയാണ് എന്നാണ് മക്ക ഇമാം ഉണർത്തിയത്. അങ്ങനെയുള്ളതായ ആ മഹബത്ത് യഥാർത്ഥത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അനുസരിക്കും, ആ വ്യക്തിയെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അള്ളാഹുവിനെ നാം സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ നാം സ്മരിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ നാം സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ നാം സ്മരിച്ചുകൊണ്ടേയിരിക്കും, അവനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹു റസൂലിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ നാം പറഞ്ഞുകൊണ്ടേയിരിക്കും, അവരെ നാം അനുസരിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ കൽപ്പനയ്ക്ക് വിപരീതം പ്രവർത്തിക്കുന്നതല്ല, അവർ കൽപ്പിച്ചതിന് വിപരീതം ഒന്നും തന്നെ ചെയ്യുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്
മക്ക ഇമാം തുടരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുകയുണ്ടായി, എന്നാണ് ഖിയാമത്ത് നാള്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം ചെയ്തു, അല്ലെങ്കിൽ മറുപടി ചോദിച്ചു, എന്തിനാണ് ആ ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾ തയ്യാറായതുപോലെ ഖിയാമത്ത് നാളിന് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചത് ഖിയാമത്ത് നാളിന് വേണ്ടിയിട്ട് എന്നായിരുന്നു റസൂലുള്ളാഹിന്റെ ചോദ്യം. അപ്പോൾ അദ്ദേഹം, ഈ ചോദിക്കുന്നത് സഹാബിയാണ് കേട്ടോ, നമ്മളെ പോലത്തെ മനുഷ്യന്മാരല്ല, സാധാരണ മനുഷ്യന്മാരല്ല, സഹാബിയാണ്. റസൂലുള്ളാഹിനെ കണ്ട് റസൂലുള്ളാഹിനെ മുമ്പിൽ വെച്ചിട്ട് ഇസ്ലാം മതം വിശ്വസിച്ച് ജീവിക്കുന്ന ആ മഹാവ്യക്തിത്വമാണ് ചോദിക്കുന്നത്. റസൂലുള്ളാഹിന്റെ മറുപടി, നിങ്ങൾ എന്താണ് തയ്യാർ ചെയ്തത്? അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ അള്ളാഹുവിനെയും അള്ളാഹു റസൂലിനെയും സ്നേഹിക്കുന്നു എന്ന്. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നീ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ കൂടെയാണ് നീ പരലോകത്തിൽ. അപ്പോൾ നീ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹു റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, അൻത മഅമൻ അഹ്ബബ്ത, നീ സ്നേഹിക്കുന്ന ആളെ കൂടെയാണ് എന്ന്. ഞാൻ എന്റെ കൂടെ കൂടുതൽ നിസ്കാരമോ കൂടുതൽ നോമ്പോ കൂടുതൽ സദഖയോ ഒന്നും തന്നെ ഇല്ല, പക്ഷേ ഞാൻ അള്ളാഹുവിനെയും അള്ളാഹു റസൂലിനെയും സ്നേഹം എന്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സഹാബിയാണ് പറയുന്നത്, സഹാബിയുടെ സ്നേഹം, ആ സ്നേഹം അനുസരിച്ചിട്ടേ ജീവിക്കുകയുള്ളൂ. നാം നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാൾ ഇഷ്ടപ്പെടുന്നത് മാത്രമേ ചെയ്യുകയുള്ളൂ, അയാളെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരോടുള്ളതായ താഅത്ത് നമ്മളിൽ ഉണ്ടാവണം, അവരോടുള്ളതായ അനുസരണം നമ്മളിൽ ഉണ്ടാവണം. റസൂലുള്ളാഹിന്റെ സ്നേഹം പറഞ്ഞുകൊണ്ട് നാം കുന്താട്ടം നടത്തുന്നതും തോന്നിവാസം നടത്തുന്നതും ഘോഷയാത്രയിൽ കൂടി അന്യ പുരുഷന്മാരുടെ മുമ്പിൽ അന്യ സ്ത്രീകൾ ഡാൻസ് ആടുന്നതും വേഷം പരേഡ് നടത്തുന്നതും അതുപോലെ തന്നെ മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ളതായ അള്ളാഹു റസൂലിനെ മദ്ഹ് പറഞ്ഞുകൊണ്ട് അള്ളാഹു റസൂലിനെ തരം താഴ്ത്തുന്നതും അള്ളാഹു റസൂലിനെ വില വെക്കാതിരിക്കുന്നതും അതൊക്കെ യഥാർത്ഥത്തിൽ റസൂലാണുള്ളതായ യഥാർത്ഥ മഹബ്ബത്തല്ല. അത് മഹബ്ബത്ത് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നതെങ്കിലും ആ മഹബ്ബത്ത് അവർക്ക് ലഭിച്ചിട്ടില്ല, ആ മഹബ്ബത്ത് അവർക്ക് യഥാർത്ഥ മഹബ്ബത്ത് അവരിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ളതായ ആ പരസ്പര വിരുദ്ധമായ നീക്കങ്ങൾ അവരിൽ നിന്നിട്ട് ഉടലെടുക്കുന്നത്. മഹബ്ബത്ത് ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നു, മഹബ്ബത്തിന് വിപരീതം പ്രവർത്തിക്കുന്നു. അത് യഥാർത്ഥത്തിൽ മഹബ്ബത്തല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മഹബ്ബത്തല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള മഹബ്ബത്തല്ല മുസ്ലിങ്ങൾ നിന്നിട്ടുണ്ടാവേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഐനൽ മുതഹാബ്ബൂന ബിജലാലി, അള്ളാഹുവിന് വേണ്ടി ഹബ്ബ് ചെയ്യുന്നവർ, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ, അള്ളാഹുവിന്റെ ജലാലിന് വേണ്ടി അളമത്തിന് വേണ്ടി സ്നേഹിക്കുന്നവർ അവരെവിടെയുണ്ട് എന്ന് പരലോകത്തിൽ ചോദിക്കപ്പെടും. അങ്ങനെയുള്ളവരെ ഇതാ ഉദില്ലുഹും തഹത ദില്ലി, അല്ലെങ്കിൽ ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി, എന്റെ തണലില്ലാത്ത കാലഘട്ടത്തിൽ മഹ്ശറയിൽ അവർക്ക് ഞാൻ തണലിട്ട് കൊടുക്കുമെന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഖുദ്സിയ ഹദീസിൽ പറഞ്ഞതായ ഭാഗവും ഇന്ന് മക്ക ഇമാമ് വിശദീകരിക്കുകയുണ്ടായി. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം അങ്ങുമിങ്ങും സ്നേഹിക്കാറുള്ള സഹാബാക്കളോട് സ്നേഹിച്ച സ്നേഹവും അവരുടെ ഭാര്യമാരോടും അവരുടെ പരിസരത്തിൽ ജീവിച്ചവരോടും സ്നേഹിച്ച സ്നേഹവും ആ സ്നേഹം പ്രകടമാക്കിയതായ രൂപങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ ഇന്ന് മക്ക ഇമാം അതിലേക്കൊക്കെ സൂചന നൽകി. അതിൽ പെട്ടതാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്നു. 25-ാമത്തെ വയസ്സിൽ ആ ഖദീജയെ കല്യാണം കഴിച്ച ഇടം മുതൽ 40-ാമത്തെ വയസ്സ് വരേക്കും റസൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് നുബുവത്ത് ലഭിച്ചു. ആ നുബുവത്ത് ലഭിച്ചതായ സന്ദർഭത്തിൽ വരേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് രണ്ട് ഭാര്യയില്ല. രണ്ടാമത്തെ ഭാര്യയെ കല്യാണം കഴിക്കുന്നത് ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായതിന്റെ ശേഷമാണ്. നുബുവത്ത് കിട്ടിയതിന്റെ ശേഷം പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഖദീജ വഫാത്താകുന്നത് റളിയല്ലാഹു തആല അൻഹ. അങ്ങനെയുള്ള ഖദീജ റളിയല്ലാഹു തആല അൻഹയോടുള്ളതായ സ്നേഹം സ്ഥാപിക്കാൻ വേണ്ടി അവർ വഫാത്തായതിന്റെ ശേഷം വരേക്കും വല്ലപ്പോഴും അവരുടെ ചങ്ങാതിച്ചിമാര്, അവർ സ്നേഹിക്കുന്നതായ സഹോദരിമാര്, അവർ സ്നേഹിച്ചിരുന്നതായ സ്ത്രീകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ബഹുമാനിക്കും, അവരെ ആദരിക്കും. അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് ഖദീജയെ ഓർമ്മ വരും. എപ്പോഴെങ്കിലും റസൂല് വല്ല ആടുകൾ അറക്കുകയാണെങ്കിൽ, അങ്ങനെയാണ് സഹീഹ് ഹദീസിലുള്ളത്, എപ്പോഴെങ്കിലും ആടർത്താൽ എന്നാണ്, എന്നല്ലാതെ ഖദീജ മരിച്ച ദിവസത്തിൽ ആടർത്താൽ എന്നല്ല. അതുകൊണ്ട് ജന്മദിനാഘോഷത്തിന് വേണ്ടിയുള്ള തെളിവോ മരിച്ചാൽ കൊല്ലം ആണ്ട് നേർച്ചയാക്കാൻ വേണ്ടിയുള്ളതായ തെളിവോ ഇതിൽ നിന്നിട്ടാരും കരുതരുത്, മനസ്സിലാക്കരുത്, തെളിവെടുക്കുകയും ചെയ്യരുത് ഷിയാക്കൾ കാട്ടും പോലെ എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദീസിൽ വന്നത് എപ്പോഴെങ്കിലും ആടർത്താൽ ആ ആടിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് ഓഹരി വെക്കുന്നതിനോടൊപ്പം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ചങ്ങാതിമാർക്ക്, അവരുടെ സ്നേഹിതന്മാർക്ക്, അവർ സ്നേഹിക്കുന്നതായ സഹോദരിമാർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണുന്നു.
അപ്പോൾ അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം അവരുടെ ഭാര്യമാരോടും അവരുടെ പരിസരത്തിൽ ജീവിക്കുന്നവരോടും സ്നേഹം പ്രകടമാക്കി എന്നതൊക്കെ നമുക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ പുഞ്ചിരിച്ചിട്ടല്ലാതെ സഹാബാക്കളെ സമീപിക്കാറില്ല. എപ്പോഴും അവർ സംസാരിക്കുമ്പോൾ ആ രൂപത്തിലാണ് സംസാരിക്കുക, അവരോട് സ്നേഹമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന രൂപത്തിലാണ് സമീപിക്കുക. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയുണ്ടായി, നാം അത് നടപ്പാക്കാൻ വേണ്ടി ലാ തഹഖറന്ന മിൻ മഅറൂഫ് വലൗ അൻ നീ ഒരു ചെറിയ മഅറൂഫിനെ പോലും നിസ്സാരപ്പെടുത്തരുത്. അതെന്തൊരു ഇബാദത്താണ്, അത് ഒരു റക്അത്ത് നിസ്കാരമല്ലേ, 2 റക്അത്ത് നിസ്കാരമല്ലേ, അല്ലെങ്കിൽ ഒരു ദിക്റുള്ളയല്ലേ എന്ന് നീ ധരിക്കരുത്. അത് നിന്റെ സ്നേഹിതനെ നല്ല രൂപത്തിൽ സമീപിച്ചുകൊണ്ട് അവനോട് പ്രസന്നതയുള്ള മുഖത്തോടുകൂടി അവനെ സമീപിക്കുക എന്നതായ ആ പ്രത്യേകത വരേക്കും നീ ഒഴിവാക്കി കളയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ചെയ്തു തന്നതായ മുഅ്മിനാവുക എന്ന, ഈമാനിന്റെ ഉടമകളായി മാറുക എന്ന ആ പ്രത്യേകത നിനക്ക് ലഭിച്ചിരിക്കവേ ആ പ്രത്യേകത നീ പ്രകടമാക്കാൻ വേണ്ടി നിന്നെപ്പോലെ ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടിയവരെ കാണുമ്പോൾ നല്ല രൂപത്തിൽ സമീപിക്കേണ്ടതും അവർക്ക് ചെയ്യേണ്ടതായ ഒത്താശകൾ ചെയ്തു കൊടുക്കേണ്ടതും അവരെ കാണുമ്പോൾ പുഞ്ചിരി തൂങ്ങേണ്ടതും അവരെ വെറുപ്പിക്കാതിരിക്കേണ്ടതും അവരുടെ കുറവുകളും അവരുടെ കുറ്റങ്ങൾ പറയാതിരിക്കേണ്ടതും അവരുടെ ഗീബത്തും നമീമത്തും പറയാതിരിക്കേണ്ടതും അവരെ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സ്നേഹിക്കേണ്ടതും ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് കാണാം. എന്നാൽ ഇന്ന് മദീനയിൽ ഹുദൈഫി ആയിരുന്നു സംസാരിച്ചത്. ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി സംസാരിച്ച വിഷയം യഥാർത്ഥത്തിൽ ഈമാൻ ഉൾക്കൊള്ളുന്നതായ മനുഷ്യന്റെ സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല, ആ സത്യവിശ്വാസി നിർബന്ധമായിട്ടും അള്ളാഹുവിലേക്ക് എത്താനുള്ളതായ മാധ്യമങ്ങൾ കൈക്കൊള്ളണമെന്ന് അള്ളാഹു പറഞ്ഞതായ ആയത്ത് ഓതിയും കൊണ്ടായിരുന്നു ഇമാം ഖുതുബ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അള്ളാഹുവിലേക്ക് എത്താനുള്ളതായ മാധ്യമം അത് എന്തൊക്കെയാണ് എന്നത് നാം കണ്ടുപിടിക്കണം. ഈ വസീല എന്ന വാക്കിന്റെ വിശദീകരണമായിട്ട് മുഫസ്സിരീങ്ങൾ എല്ലാവരും ഐക്യകണ്ഠേന പറയുന്നതായിട്ട് കാണാം. അമലു സാലിഹാത്താണ് ഇവിടെ വിവക്ഷ. അമലു സാലിഹാത്തുകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട്, ആ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ത്, നാം സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക. അതും എന്താണ്, അള്ളാഹുലേക്ക് എത്താനുള്ള വസീലയാണ്. അള്ളാഹുലേക്ക് എത്താനുള്ള വസീലയാണ് റസൂലുള്ളാഹിനുള്ളതായ മഹബത്ത്. നാം പഠിച്ചു ഒന്നാമത്തെ ഖുതുബയിൽ, മക്ക ഇമാം ഓതിയതായ ഖുതുബയിൽ റസൂലുള്ളാഹിനുള്ളതായ മഹബത്ത് റസൂലുള്ളാഹിനെ സ്നേഹിക്കലിലൂടെയാണ് സ്ഥാപിക്കേണ്ടത്. ആ മഹബത്ത് തന്നെയാണ് ഇവിടെയും നാം മനസ്സിലാക്കേണ്ടത്. മദീന ഇമാം സംസാരിച്ചപ്പോൾ വസീല നമ്മളിൽ ഉണ്ടാവണം. ആ വസീല ആ മഹബത്തിലൂടെയാണ്. ഉഹിബ്ബുസ് സാലിഹീന വലസ്തു മിൻഹും, ഷാഫി ഇമാം പറയുകയാണ്, ഞാൻ സാലിഹീങ്ങളെ ഇഷ്ടപ്പെടുകയാണ്, ഞാൻ സാലിഹീങ്ങളിൽ പെട്ട ആളല്ലെങ്കിലും എന്തുകൊണ്ട് ആ ഇഷ്ടപ്പെടലിലൂടെ എനിക്ക് അള്ളാഹുവിന്റെ സ്നേഹം സ്ഥാപിക്കാൻ സാധിക്കും. അപ്പോൾ സാലിഹീങ്ങളെ ഇഷ്ടപ്പെടൽ അതൊരു ഇബാദത്താണ്. ആ സാലിഹീങ്ങളെ ഇഷ്ടപ്പെടൽ ഇബാദത്താണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടൽ എത്ര വലിയ ഇബാദത്താണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ വസീല അമലു സാലിഹാത്തിൽ കൂടിയായിരിക്കണം. ഈ അമലു സാലിഹാത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസീലയാണ് ഇന്ന് മദീനയിൽ അവർ ചർച്ചക്കെടുത്തതായ വിഷയം. അതേതാണ്, ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുക, അല്ലാഹുവിനെ സ്മരിക്കുക. നാം എല്ലാവരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് സമ്മതിച്ചവരും, എന്ന് അല്ലാഹുമായിട്ട് അഗ്രിമെന്റ് നടത്തിയവരും, എന്ന് അല്ലാഹുമായിട്ട് നാം വളരെ വലിയ മീസാഖ് നടത്തിയവരുമാണല്ലോ. ആ അഗ്രിമെന്റ് അനുസരിച്ചിട്ട് നാം ജീവിക്കാൻ തീരുമാനിച്ചാൽ അല്ലാഹുവിനെ ഏത് സമയത്തും നാം ഓർത്തുകൊണ്ടേ ഇരിക്കണം, ഏത് സമയത്തും നാം സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കാതിരിക്കുന്ന സമയം അലാ കുല്ലി ഹാൽ റസൂലുള്ളാഹിയുടെ ജീവിതമാസകലം അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കലായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അള്ളാഹുവിനെ സ്മരിക്കാൻ പറ്റാത്തതായ സമയം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഇല്ലേ ഇല്ല. ചിലപ്പോൾ കക്കൂസിലേക്കോ അല്ലെങ്കിൽ കുളിമുറയിലേക്കോ അല്ലെങ്കിൽ ബാത്റൂമിലേക്കോ കടന്നാൽ അവിടെ അള്ളാഹുവിന്റെ പേര് തൊള്ള കൊണ്ട് പറയൽ ഹറാമാണെങ്കിലും അവിടെ ബിസ്മില്ല പറയേണ്ട സമയം വരുമ്പോൾ ഹൃദയത്തിൽ അവിടെ ബിസ്മില്ല പറയാം, ഹൃദയത്തിൽ സ്മരിക്കാം. എന്നാലും അള്ളാഹുവിനെ സ്മരിക്കാനുള്ളതായ സമയം അത് ജീവിച്ചിരിക്കുന്ന എല്ലാ മേഖലകളിലും നാം ഒഴിവാക്കാതെ ചെയ്യേണ്ടതായ ഒന്നാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നത്. അത് അമലു സാലിഹാത്തിന്റെ പ്രധാന ഘടകമാണ്. എന്തുകൊണ്ട്? അമലു സാലിഹാത്ത് മുഴുവനും അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടല്ലാത്ത അമലു സാലിഹാത്തില്ല. വഖിബിസ് സലാത്ത ലിദിക്രി, നീ നമസ്കരിക്കേണ്ടത് അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയാണ്. നാം ഹജ്ജ് ചെയ്യുമ്പോൾ അറഫയിൽ നിൽക്കേണ്ടത് അള്ളാഹിനെ സ്മരിക്കാൻ വേണ്ടിയാണ്. മിനയിൽ നിൽക്കേണ്ടത് അള്ളാഹിനെ സ്മരിക്കാൻ വേണ്ടിയാണ്. മുസ്ദലിഫയിൽ നിൽക്കേണ്ടത് അള്ളാഹിനെ സ്മരിക്കാൻ വേണ്ടിയാണ്. തവാഫ് ചെയ്യേണ്ടത് അള്ളാഹിനെ സ്മരിക്കാൻ വേണ്ടിയാണ്. സഈ ചെയ്യേണ്ടത് അള്ളാഹിനെ
അള്ളാഹിനെ സ്മരിക്കാൻ വേണ്ടിയാണ്. അറക്കേണ്ടത് അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടാണ്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നാം അള്ളാഹുവിന് വേണ്ടി മാത്രം അറക്കേണ്ടതായ അറവ് അറക്കുന്നത്. അള്ളാഹുവിനല്ലാത്ത അറവില്ല എന്നത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആ ദിക്റുള്ളയിൽ കൂടി അറവ് സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചത്. നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് പ്രഖ്യാപിക്കരുത് അറവുകളെ. ചിലര് ജിന്നിന് വേണ്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ജിന്നിന് വേണ്ടി അറക്കും, മുഹദ്ദി ശൈഖിന് വേണ്ടി പ്രഖ്യാപിച്ചുകൊണ്ട് മുഹദ്ദി ശൈഖിന് വേണ്ടി അറക്കും. ബിസ്മില്ല പറയും, പക്ഷെ അവൻ പ്രഖ്യാപിച്ചത് മുഹദ്ദി ശൈഖിന് നേർച്ചയാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് നേർച്ചയാണ്, അല്ലെങ്കിൽ CM മടവൂരിന് നേർച്ചയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്മാർക്ക് നേർച്ചയാണ്. അങ്ങനെ മനുഷ്യന്മാർക്ക് വേണ്ടി പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കും അറക്കുക. അത് യഥാർത്ഥത്തിൽ ശിർക്കാണ്. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്നിട്ട് ഗേറ്റൗട്ടായി പോകുന്നതാണ്. അവൻ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അർത്ഥമെങ്കിലും എന്തുകൊണ്ട് അവൻ അള്ളാഹ്ക്കല്ല അത് പ്രഖ്യാപിച്ചത്, അള്ളാഹുവിന് വേണ്ടി പ്രഖ്യാപിക്കണം എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അതനുസരിച്ചിട്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തുടങ്ങി വെച്ചതായ അറവ് ഖിയാമത്ത് നാൾ വരേക്കും ആജിമാർ അറുത്തുകൊണ്ടേയിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരേക്കും ആജിമാർ അല്ലാത്തവര് ഉദ്ഹിയ അറുത്തുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതായ ഇബാദത്തുകൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം ദിക്റുള്ള കലർന്നതായിട്ട് കാണാം. ദിക്റുള്ള ഇല്ലാത്തതായ ഒരു ഇബാദത്തും നമ്മുടെ മുമ്പിലില്ല. സക്കാത്ത് കൊടുക്കുമ്പോഴും അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ടാണ് സക്കാത്ത് കൊടുക്കുന്നത്, അള്ളാഹിനെ ഓർത്തുകൊണ്ടാണ് സക്കാത്ത് കൊടുക്കുന്നത്. ഒരു അന്യ സ്ത്രീയെ, അന്യപുരുഷനെ അന്യ സ്ത്രീ വികാര നോട്ടം നോക്കാതിരിക്കുന്നത് അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടാണ്, അള്ളാഹിനെ ഓർത്തുകൊണ്ടാണ്, അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെയുള്ളതായ ആ ദിക്റുള്ള ഏത് സമയത്തും നാം ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ആ ദിക്റുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ദിക്റുള്ളയെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിന് കൂടുതൽ ദിക്ർ ചെല്ലുന്നവർ എന്ന പദപ്രയോഗം ആണ് ഉപയോഗിച്ചത്. വദ്ദാകിരീനല്ലാഹ കതീറൻ വദ്ദാകിറാത്ത്. 8-10 കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞതിന് ശേഷം, മുസ്ലിം പ്രത്യേകതകൾ പറഞ്ഞതിന് ശേഷം ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് തുടർന്ന് അള്ളാഹു ഇങ്ങനെ 10ഓളം കാര്യങ്ങൾ പറയുകയാണ്. എന്നിട്ട് അവസാനം പറയുകയാണ് വദ്ദാകിരീനല്ലാഹ കതീറൻ വദ്ദാകിറാത്ത്. അള്ളാഹുവിന് കൂടുതൽ ദിക്ർ ചൊല്ലുന്നവരായ പുരുഷന്മാർ, കൂടുതൽ ദിക്ർ ചൊല്ലുന്നവരായ സ്ത്രീകൾ. അപ്പോൾ അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലൽ അത് ചിലപ്പോൾ അമല് സാലിഹാത്തിൽ കൂടിയായിരിക്കും. അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലൽ ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾ വിട്ടുനിൽക്കലിലൂടെയായിരിക്കും. അള്ളാഹിനെ ഓർത്തത് കൊണ്ടാണ് വിട്ടുനിൽക്കുന്നത് തെറ്റായ കാര്യങ്ങൾ. അപ്പോൾ ദിക്റുള്ള എന്ന് പറഞ്ഞാൽ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ മാത്രമല്ല, എന്നാൽ അക്കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് സലാത്ത് ചെല്ലലും അത് അള്ളാഹുവിനെ സ്മരിക്കലിലൂടെയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് റസൂലിന് സലാത്ത് ചെല്ലണമെന്നത്. അപ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹിനെ സ്മരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പന ഫിറ്റാക്കിയും കൊണ്ട് അള്ളാഹു റസൂലിന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു ഖുർആനിൽ ഷിട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി. അല്ലാഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി അള്ളാഹു സലാത്ത് ചെല്ലാന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂലിനെ അനുഗ്രഹിക്കുന്നു, രക്ഷിക്കുന്നു, ഗ്രേഡ് ഉയർത്തുന്നു, സ്ഥാനം ഉയർത്തുന്നു, വസീല ഫദീല എന്ന പദവിയിലേക്ക് ഉയർത്തുന്നു, മഖാമം മഹ്മൂദ് എന്ന പദവിയിലേക്ക് ഉയർത്തുന്നു. അതൊക്കെ അള്ളാഹു നൽകുന്നതായ അള്ളാഹിന്റെ സലാത്താണ്. മലക്കുകൾ സലാത്ത് ചെല്ല എന്ന് പറഞ്ഞാൽ മലക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി ഇസ്തിഗ്ഫാർ ചെല്ലുക, പൊറുക്കലിനെ ചോദിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി പ്രാർത്ഥിക്കുക. നാം സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ നാമും അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, മുഹമ്മദ് നബിയെ രക്ഷിക്കണമേ രക്ഷിതാവേ, മുഹമ്മദ് നബിയെ രക്ഷിക്കണേ രക്ഷിതാവേ എന്ന് മുഹമ്മദ് നബിക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കലാണ്. ആ ദിക്ർ, അത് റസൂലുള്ളാഹിനെ ഓർക്കൽ യഥാർത്ഥത്തിൽ അള്ളാഹിനെ ഓർക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. കാരണം അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാം സലാത്ത് ചെല്ലുന്നത്. ആ സലാത്ത് 10 തവണ നാം ചെല്ലിയാൽ അള്ളാഹു റസൂൽ പറയുന്നു, മൻ സല്ല അലയ്യ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി 10 സലവാത്തിൻ ഹുത്തത് ലഹു 10 ഖതീഅ വറുഫിഅത് ലഹു 10 ദറജാത്ത്. മദീന ഇമാം എന്ന് ഓതിയതായ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരാൾ റസൂലുള്ളാഹിക്ക് ഒരു സലാത്ത് ചെല്ലിയാൽ അവന് 10 ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും, 10 ദറജകൾ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും, 10 ഗ്രേഡുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നതാണ്. 10 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. മൻ സല്ല അലയ്യ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി ബിഹാ 10 എന്ന് പറഞ്ഞതായ മറ്റു സഹിഹായ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിന്റെ അർത്ഥം തന്നെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്മരിക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായ അമാലുകളെ കുറിച്ച് റസൂൽ ചോദിക്കുകയാണ്. മദീന ഇമാം ആ ഹദീസ് കൂടി അവരുടെ പ്രസംഗത്തിന് സമാപനത്തിൽ ഓതിയതായിട്ട് കാണാം. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നതായ കാര്യം പറഞ്ഞു തരട്ടെയോ? അതിനു മുമ്പായിട്ട് മദീന ഇമാം പറഞ്ഞതായ വേറെ ഹദീസ് എന്റെ ഓർമ്മയിൽ വന്നു. മദീന ഇമാം പറഞ്ഞതിൽ പെട്ടതാണ്, അള്ളാഹുനെ സ്മരിക്കുന്ന ആളും അള്ളാഹിനെ സ്മരിക്കാത്ത ആളുമായുള്ളതായ ചേഞ്ച് കമസലിൽ ഹയ്യി വൽ മയ്യിത്തി.
ജീവിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള വ്യത്യാസം പോലെയാണ്. മയ്യിത്തായ മനുഷ്യനും ജീവിച്ചിരിക്കുന്ന മനുഷ്യരുമായുള്ള ചേഞ്ച് പോലെയാണ് അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുടെയും അള്ളാഹിനെ സ്മരിക്കാത്ത ആളുടെയും ഇടയിലുള്ളതായ വ്യത്യാസം. അപ്പോൾ എത്ര വലിയ ചേഞ്ച് ഉണ്ട് കണ്ടില്ലേ? അപ്പോൾ നാം അള്ളാഹുവിനെ സ്മരിക്കൽ നമുക്ക് നമ്മുടെ റൂഹിന് ആത്മാവിന് ജീവൻ നൽകലാണ് എന്നർത്ഥം. അത് നാം ഒഴിവാക്കാൻ പാടുള്ളതല്ല. അള്ളാഹിനെ നാം സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം. 2 പദം നമ്മുടെ നാവിലൂടെ വന്നു കഴിഞ്ഞാൽ കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി സഖീലത്താനി ഫിൽ മീസാനി ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ചെറിയ പദങ്ങൾ. ഈ 2 ചെറിയ പദം പറയുമ്പോൾ നാവിൽ ഉപയോഗിക്കാൻ പറയാൻ വളരെ ലളിതമായ പദം. അതുപോലെ തന്നെ പരലോകത്ത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ പദം, പരലോകത്തിൽ നമ്മുടെ തുലാസ് തൂക്കം തൂങ്ങാൻ കാരണമായി തീരുന്നതായ പദം. അപ്പോൾ അങ്ങനെയുള്ളതായ ദിക്റുകൾ നാം എല്ലാ സന്ദർഭത്തിലും ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നതോടൊപ്പം നാം നമസ്കാരത്തിൽ, നോമ്പിൽ, സക്കാത്തിൽ, ഹജ്ജിൽ, എല്ലാ സൽക്കർമ്മങ്ങളിലും അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്രകാരം തന്നെ അള്ളാഹിനെ സ്മരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഖുർആൻ ഓതുക. എന്തുകൊണ്ട്? നിന്നോട് അള്ളാഹു സംസാരിക്കണമെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് നാം ഓതുന്നു. ആരോടാണ് ഈ പറയുന്നത്? നീ അടക്കമുള്ള സത്യവിശ്വാസികളോടാണ്. അപ്പോൾ നിന്നോട് അള്ളാഹു സംസാരിക്കുകയാണ്. അപ്പോൾ നിന്നോട് അള്ളാഹു സംസാരിക്കണമെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ ഖുർആൻ പാരായണം ചെയ്യുക. അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. നിനക്ക് അള്ളാഹിനോട് സംസാരിക്കണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ നീ നമസ്കരിക്കുക എന്നാണ് നമ്മുടെ നേതാക്കൾ നമുക്ക് പഠിപ്പിച്ചത്. അപ്പോൾ നമസ്കരിക്കുമ്പോൾ നാം അള്ളാഹുവിനോട് സംസാരിക്കുന്നു, ഖുർആൻ ഓതുമ്പോൾ നമ്മോട് അള്ളാഹു സംസാരിക്കുന്നു. അതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ദിക്റുകളിൽ പെട്ടതാണ് എന്ത്? ഖുർആൻ പാരായണം ചെയ്യുക എന്നത്. റസൂൽ ചോദിക്കുന്നു, ഞാൻ നേരത്തെ തുടങ്ങി വെച്ചതായ ഹദീസ്, റസൂൽ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ ഏറ്റവും നല്ല ഉത്തമമായ അമല്, അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടമുള്ളതായ അമല്, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയർന്നതായ അമല്, നിങ്ങൾ സ്വർണവും വെള്ളിയും ചെലവഴിച്ചാൽ കിട്ടുന്ന കൂലിയേക്കാളും കൂടുതൽ കൂലി കിട്ടുന്ന അമല്. അതുപോലെ തന്നെ നിങ്ങൾ ശത്രുക്കളോട് പോർക്കളത്ത് വെച്ചിട്ട് പോരാടി അവരുടെ കഴുത്ത് നിങ്ങൾ വെട്ടുന്നു, അവർ നിങ്ങളുടെ കഴുത്ത് വെട്ടുന്നു, അങ്ങനെയുള്ള മഹാസൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഉത്തമമായ അമല്. ഇത് കേട്ടപ്പോൾ സഹാബാക്കൾ ഞെട്ടി. അങ്ങനെയുണ്ട് ഒരു അമല്? എന്താണ് റസൂലെ? ഏതാണ് റസൂലെ? ഞങ്ങൾക്ക് പറഞ്ഞു തരൂ റസൂലെ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്വ നൽകിയത് അത് ദിക്റുള്ളയാണ്. എന്തുകൊണ്ട്? ദിക്റുള്ള എന്നതായ അള്ളാഹനെ ഓർക്കുക എന്നതായ ആ പ്രത്യേകത കേറിക്കൂടിയത് കൊണ്ടാണ് ഒരാൾ പോർക്കളത്തിലേക്ക് എത്തിയത് തന്നെ. അപ്പോൾ ദിക്റുള്ളയാണ് അദ്ദേഹത്തിനെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് തന്നെ. ദിക്റുള്ളയാണ് അള്ളാഹ്ക്ക് അവന്റെ ശരീരത്തെ സ്മരിക്കാൻ അവനക്ക് പ്രേരണ നൽകിയത് തന്നെ. ദിക്റുള്ളയാണ് അവനെ നിസ്കാരത്തിലേക്ക്, പള്ളിയിലേക്ക്, പുരുഷനാണെങ്കിൽ സ്ത്രീകളിലെ നിസ്കാര സ്ഥലത്തേക്ക്, എവിടെയാണെങ്കിലും സ്ത്രീകളെ തെളിച്ചത്, പുരുഷനെ ക്ഷണിച്ചത്, തെളിച്ചത് നിസ്കാരത്തിലേക്ക് എന്താണ്? ദിക്റുള്ളയാണ്. അതുപോലെ ദിക്റുള്ളയാണ് ആയിരക്കണക്കിൽ, ലക്ഷക്കണക്കിൽ, കോടിക്കണക്കിൽ ജനങ്ങളെ മക്കയിലേക്ക് കുതിക്കാനും മക്കയിൽ വരാനും അവിടെ ഉംറ ചെയ്യാനും അവിടെ ഹജ്ജ് ചെയ്യാനും പ്രേരിപ്പിച്ചത് ദിക്റുള്ളയാണ്. അപ്പോൾ ഏറ്റവും വലിയ ഇബാദത്താണ് ദിക്റുള്ള എന്ന് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അസ്മാഉല്ലാഹിൽ ഹുസ്ന കൊണ്ടാണ് നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് മെച്ചപ്പെട്ട നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ മുമ്പിൽ വെച്ചിട്ടാണ് അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ആ നാമങ്ങളിലൂടെയാണ് അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ എന്നല്ലാതെ ഷിട്ടികളോടല്ല, കാറ്റിക്കുന്ന മുത്തിരിക്കുന്ന ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യന്മാരോടല്ല, ഔലിയാക്കന്മാരോടല്ല, സാലിഹ്യങ്ങളോടല്ല, ഖബറാളികളോടല്ല, ജിന്നുകളോടല്ല, മലക്കളോടല്ല, വസ്തുക്കളോടല്ല, വ്യക്തികളോടല്ല, ബിംബങ്ങളോടല്ല. അതൊന്നും പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുക തന്നെയില്ല. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്നതായ അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. എത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്നത്. ആർക്കെങ്കിലും ഇതിന് പങ്കുണ്ടോ? CM മടവൂരിന് പങ്കുണ്ടോ? അല്ലെങ്കിൽ മൊയ്തീൻ ഷേഖിന് പങ്കുണ്ടോ? അല്ലെങ്കിൽ ഉള്ളാൾസങ്ങൾക്ക് പങ്കുണ്ടോ? വല്ല നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ അള്ളാഹു അല്ലാത്ത അള്ളാഹിന്റെ ശിഷ്ടികൾക്ക് പങ്കുണ്ടോ? നിങ്ങൾക്ക് ചെയ്തു തന്നതായ അള്ളാഹു ചെയ്തു തരുന്നതായ വിശാലമായ നിഅമത്തുകളിൽ, വിശാലമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഹാർട്ടുകൾ, നിങ്ങൾ ഭൂമിയിലേക്ക് വന്നേടം മുതൽ, ആ ഉമ്മയുടെ പള്ളയിൽ നിങ്ങൾക്ക് റൂഹട്ടേടം മുതൽ ചലിക്കാൻ ആരംഭിച്ചു. ഇതുവരെ ചലിക്കുന്നു, മരണം വരെ ചലിക്കും. ആര് ചലിപ്പിച്ചു? ഏതെങ്കിലും ഒലിയാണോ? ഏതെങ്കിലും നബിയാണോ? ഏതെങ്കിലും മലക്കാണോ? ഏതെങ്കിലും മനുഷ്യനാണോ? ഏതെങ്കിലും ജിന്നാണോ? ആർക്കും അതിൽ കൈയില്ല, ആർക്കും അത് സാധിക്കുന്നതുമല്ല. അള്ളാഹ് ചോദിക്കുന്നു, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ആകാശത്ത്
ആകാശത്തിലോ ഭൂമിയിലോ അല്ലാതെ നിങ്ങൾക്ക് റിസ്ക് നൽകാൻ വല്ലവരുമുണ്ടോ? നിങ്ങൾക്ക് ഇതുവരെ തീറ്റിപ്പിച്ചതും തീറ്റിയതും ആരാണ്? അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട് നിങ്ങൾക്ക് റിസ്ക് നൽകാൻ? ആകാശത്തുനിന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്തതും നിങ്ങളുടെ റിസ്ക്കും ആകാശത്തുനിന്ന് ഇവിടെ ഇറങ്ങിയല്ലേ ദൈനംദിനം? അതൊക്കെ നിങ്ങൾ കാണുന്നവരല്ലേ, അതൊക്കെ നിങ്ങൾ ആസ്വദിക്കുന്നവരല്ലേ? അതുകൊണ്ട് ആ അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കൂ, അള്ളാഹുവിന്റെ നിഅമത്തുകളെ ഓർക്കൂ, അള്ളാഹുവിനെ സ്മരിക്കൂ, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന നിങ്ങൾ ചൊല്ലൂ. ആ അസ്മാഉൽ ഹുസ്ന മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസിക്ക് റസൂൽ പഠിപ്പിച്ചതുപോലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ആയത്ത് അള്ളാഹുവിന്റെ ഖുർആനിൽ ലോകാത്ഭുത ഗ്രന്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ആയത്ത് ഏതാണ്? ആയത്തുൽ കുർസിയാണ്. എന്താ അതിന്റെ പ്രത്യേകത? അതിൽ അള്ളാഹുവിന്റെ സിഫത്തുകളുണ്ട്, അള്ളാഹുവിന്റെ പ്രത്യേകതകൾ ഇതിലുണ്ട്, അള്ളാഹുവിന്റെ അസ്മാഉകളുണ്ട്, അള്ളാഹുവിന്റെ സിഫാത്തുകളുണ്ട്. അതുകൊണ്ട് അതിന് അത്രയും പ്രാധാന്യം ലഭിച്ചു. ആശിർ സൂറത്തിന്റെ അവസാനം നോക്കൂ, വല്ലാഹു ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം വല്ലാഹു ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അൽ മലിക് അൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഅ്മിൻ അൽ മുഹൈമിൻ അൽ അസീസ് അൽ ജബ്ബാർ അൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അപ്പോൾ അതെല്ലാം നമ്മെ ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അതിന്റെ അർത്ഥം ഉൾക്കൊള്ളാനും അതിലൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും എന്നിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അർഹതയുള്ള പ്രാർത്ഥനയാക്കി മാറ്റാനും അതാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് ഇന്ന് മദീന ഇമാം വിശദീകരിച്ചത്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയുടെ പ്രത്യേകത പറഞ്ഞപ്പോഴും അള്ളാഹുവിനുള്ള ദിക്റുള്ളയുടെ പ്രത്യേകത പറഞ്ഞപ്പോഴും ഇതൊക്കെ നാം പലപ്പോഴും പല ക്ലാസ്സുകളിലും പല പ്രസംഗങ്ങളിലും പല ഖുതുബകളിലും ലോകത്തിന്റെ നാനാ നിന്നിട്ട് പലരിൽ നിന്നിട്ടും കേൾക്കാറില്ല. അതെ, ഉണ്ട് തൗഹീദ് ഉള്ളവരിൽ നിന്നിട്ട് അവർ പറയാറുണ്ട്, അവർ പ്രസംഗിക്കാറുണ്ട്. തൗഹീദ് ഉൾക്കൊണ്ടവരും ആദർശം ക്ലിയറാക്കിയവരും അള്ളാഹുവിനെ വിശദീകരിക്കാറുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കാറുണ്ട്, അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും ക്ലാസ് എടുക്കാറുണ്ട്, ദർസ് എടുക്കാറുണ്ട്, കോളേജിൽ പഠിപ്പിക്കാറുണ്ട്. പക്ഷെ അല്ലാത്തവർ, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അവരുടെ കേസറ്റ് തുറന്നാൽ, അവരുടെ CD തുറന്നാൽ, അവരുടെ വാട്സാപ്പ് തുറന്നാൽ, അവരുടെ പ്രസംഗം നാം കേട്ടാൽ അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ശൈലി അവരിൽ നാം കേൾക്കാർ കുറവാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ അള്ളാഹ് പറഞ്ഞതുപോലെ അള്ളാഹിനെ ബഹുമാനിക്കേണ്ടതുപോലെ അവർ അള്ളാഹിനെ ബഹുമാനിച്ചില്ല, അള്ളാഹുവിനെ ആദരിക്കേണ്ടതുപോലെ അവർ അള്ളാഹുവിനെ ആദരിച്ചില്ല. അള്ളാഹിനേക്കാൾ സ്ഥാനം അള്ളാഹു സൃഷ്ടിച്ചതായ സൃഷ്ടികൾക്ക് അവർ നൽകി. അള്ളാഹുവിനെ തരം താഴ്ത്തി അവർ പറയുന്നത്, അവർ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ബഹുമാനിക്കുകയാണ് നബിമാരെ, ഞങ്ങൾ ബഹുമാനിക്കുകയാണ് മഹാത്മാക്കളെ, ഞങ്ങൾ ബഹുമാനിക്കുകയാണ് ഔലിയാക്കന്മാരെ എന്നവർ തൊള്ളകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അവർ അറിയാ രൂപത്തിൽ അറിയാഭാവത്തിൽ അവർ അള്ളാഹുവിനെ തരം താഴ്ത്തുകയാണ് അതിലൂടെ അവർ ചെയ്യുന്നത്. ഈ യാഥാർത്ഥ്യം സത്യവിശ്വാസികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മക്കയിലും മദീനയിലുമെല്ലാം അള്ളാഹുവിന്റെ സിഫാത്തുകളും അള്ളാഹുവിന്റെ അസ്മാകളും വിശദീകരിച്ചു കൊണ്ടേയിരിക്കുന്നത്. കഅബത്തിന്റെ പരിസരത്തുള്ളതായ ദശക്കണക്കിൽ ക്ലാസുകൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം ദൈനംദിനം അള്ളാഹുവിന്റെ അസ്മാകൾ സിഫാത്തുകൾ പഠിപ്പിക്കുന്നു. മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ദൈനംദിനം ദശക്കണക്കിൽ ക്ലാസുകൾ നടക്കുന്നുണ്ട്, ദർസുകൾ നടക്കുന്നുണ്ട്. അവിടെയെല്ലാം അള്ളാഹുവിന്റെ സിഫാത്തുകളും അസ്മാകളും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. തൗഹീദിന്റെ ഗ്രന്ഥങ്ങൾ തന്നെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ലോകത്തിൽ പലയിടങ്ങളിലും ഇല്ലാത്തതും ഈ നാട്ടിൽ തൗഹീദ് ഇറങ്ങിയ നാട്ടിൽ, ഖുർആൻ ഇറങ്ങിയ നാട്ടിൽ, അള്ളാഹ് സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്ത നാട്ടിൽ ഉള്ളതായ പ്രത്യേകതയാണ്. അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നാം മുന്നോട്ട് ഇറങ്ങേണ്ടതുണ്ട്, നാം മുന്നോട്ട് കുതിക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ പഠിക്കേണ്ടതുപോലെ പഠിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി അവനിലേക്ക് എത്താനുള്ള വസീലയായിട്ട് മദീന ഇമാം പറഞ്ഞതായ അമൽ സാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് ദിക്റുല്ലാഹ് വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളതായ തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു ദൂരപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങളെ അള്ളാഹു സുഖപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ മതത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിക്കുവാനും സേവിക്കുവാനും ദീർഘായുസ്സും ആരോഗ്യവും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നിട്ട് പലരും മരണപ്പെട്ട വാർത്ത ലഭിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ എല്ലാം ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗത്തൊപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒഴിച്ചു കൂട്ടുമാറാകട്ടെ. എന്റെ ശ്രോതാക്കളായ സഹോദര സഹോദരിമാരെ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ആഴ്ച ഈ സാധുവിന്റെ ക്ലാസ് ഉണ്ടാവുന്നതല്ല. ചെറിയ ആരോഗ്യപരമായ പ്രശ്നമുള്ളതുകൊണ്ട് അടുത്ത ആഴ്ച ഉണ്ടാകുന്നതല്ല. ഇൻഷാ അല്ലാഹ് പിറ്റത്തെ ആഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.